Space power is inbuilt in me. എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഫെബ്രുവരി 30 കാഷ്വൽ വോയിസ്. പലരും ചോദിക്കുന്നു എന്നോട്, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ ഓസ്ട്രസൈസ് ചെയ്യുന്നത്? അനേകം വർഷങ്ങളിൽ, മോർ ദാൻ 20, 21, 22 വർഷം, അതിൽ കൂടുതലും. കാരണം മെസ്സഞ്ചേഴ്സ് ഓഫ് ലവിനെ കുറിച്ചും റിലീജിയൻ ഓഫ് ലവിനെ കുറിച്ചും സത്യസായി കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. അത് കേരളത്തിന് വേണ്ടിയിരുന്നില്ല. ഞാൻ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. കർമ്മണ്യവാധികാരസ്ഥെ എവിടെയോ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ. മെസ്സഞ്ചേഴ്സ് ഓഫ് ലവ് തുടങ്ങിയതിന് ശേഷം സായി മഹിമ എന്നുള്ള പുസ്തകത്തിൻ്റെ 2 എഡിഷൻസും പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആരെ റിപ്രസെൻ്റ് ചെയ്തിരുന്നു എന്ന് ബോധിക്കാൻ സാധ്യതയുള്ളവർക്ക് പണ്ടേ അറിയാമായിരുന്നു. സായി സാധന എന്നൊരു കാസറ്റും ഇറക്കി. അതും വളരെ അധികം ആളുകളെ ഭജൻ പാടാനായിട്ടും പ്രചോദിപ്പിച്ചിരുന്നു. സായി ആനന്ദ വാഹിനി എന്ന് പറഞ്ഞൊരു മാഗസിനും ഞാൻ എഡിറ്റ് ചെയ്തിരുന്നു. കേരളത്തിന് അതൊന്നും വേണ്ടിയിരുന്നില്ല. മനഃപൂർവ്വം എന്നെ തഴഞ്ഞു കളഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അനേകം വർഷങ്ങളുടെ അനുഭവങ്ങൾക്ക് ശേഷം ഞാൻ OSS സോങ്സുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അപ്പോഴും അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് മനസ്സ് ഇല്ലാതിരുന്നവരാണ് കേരളത്തിലെ ആളുകൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്ലോബലായിട്ടുള്ളൊരു മനുഷ്യന് ഗ്ലോബലായിട്ട് മാത്രം പ്രവർത്തിക്കണം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഗുരുക്കന്മാരുടെ സാഹചര്യവും അവരുണ്ടാക്കിയുള്ള സിസ്റ്റംസ് എല്ലാം എനിക്ക് വേണ്ടിയിരുന്നതല്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നിട്ടും അവർക്കതുപോലെ കാണാൻ കഴിയാത്തതുകൊണ്ട് എന്നെ വേർതിരിച്ച് മാറ്റി, ഡംപ് ചെയ്തതിന് തുല്യമായി. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള ദൗത്യത്തെ അറിയിച്ചുകൊണ്ട് തന്നെ 2022 വരെ സത്യസായി ഭഗവാന്റെ ഫിസിക്കൽ ബോഡി ഉണ്ടാകുമെന്ന് എല്ലാവരും ധരിച്ചിരുന്നു. അതിനുശേഷം കാണാൻ പോകുന്ന വ്യക്തികൾ എങ്ങനെയുള്ളതായിരിക്കാമെന്ന് ഊഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് 2022 ശേഷം 2023, 2024 ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉദ്ദേശം, എൻ്റെ ആഗമനം ഞാൻ വെളിപ്പെടുത്തി തുടങ്ങിയപ്പോൾ പലർക്കും അത് സ്വീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രവൃത്തി ചെയ്യാതിരിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിലെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആഗോളമായി തന്നെ പ്രവർത്തിക്കുന്ന എൻ്റെ ചിന്താധാര ഒന്നുകൂടി ഉറപ്പിച്ചത്. യൂട്യൂബിലൂടെ പലരും കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 700-ൽ കൂടുതൽ അപ്ലോഡ്സ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രമിക്കാൻ വേണ്ടി. അതെല്ലാം ഇഷ്ടപ്പെടാത്തവരാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് സോൾസാകാൻ യോഗ്യതയുള്ളവരുടെ പ്രത്യേകമായിട്ടുള്ളൊരു നിജസ്സായ ഗ്രൂപ്പ്സ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നില്ല. ഇഷ്ടപ്പെടാതിരിക്കുന്നതാണ് എനിക്കും നല്ലത്.
കാരണം ക്വാളിറ്റിയുള്ള മനുഷ്യരെ തിരയുന്ന എൻ്റെ ഈ സന്ദർഭത്തിൽ നല്ലവരുമായിട്ടുള്ള കൂടിച്ചേരൽ കൊണ്ടുണ്ടാകുന്ന ഒരു സംഘമാണ് HSI ഗ്രൂപ്പ്സിൻ്റെ ബിസിനസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ എന്നുള്ള കൺസെപ്റ്റിൽ റിനൗൺസിയേഷനൊന്നും ഇല്ലാത്ത ഒരു പുതിയ യുഗത്തെ വരവേൽക്കുവാൻ തയ്യാറാവുന്നവർക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന മേജസ് പാഠം. അപ്പോൾ പഴയ പോലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കും ഭക്തിമാർഗത്തെ ദൃഢമായി ഉറപ്പിച്ച് ജീവിക്കുന്നവർക്കും പറ്റിയ ഒരു മാർഗമായിട്ട് എനിക്കും തോന്നുന്നില്ല എൻ്റെ മാർഗം. ഇത് ഹയസ്റ്റ് 3 സിലബസ്. അപ്പോൾ അതിൽ മുഴുവനും മെഡിറ്റേഷൻസാണ്. പവർ മെഡിറ്റേഷൻ, പവർ മുദ്ര മെഡിറ്റേഷൻ, പവർ പ്രാണായാമ, അതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തെ വർദ്ധിപ്പിക്കുകയും എനർജൈസ് ചെയ്യിക്കുകയും ഇങ്ങനെ ക്യൂറിങ്ങും ഹീലിങ്ങും ഒക്കെ ഉള്ള ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ് അങ്ങനത്തെ ജീവിതം. അപ്പോൾ എല്ലാവർക്കും അത് യോജിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നേരെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവരറിയും? അപ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പലർക്കും അവരെന്താണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് വരാൻ പോകുന്ന ഒരു യുഗത്തിന് എൻ്റെ വിഷനും മിഷനും എങ്ങനെയാണ് എന്ന് ഞാൻ തന്നെ ബോധിപ്പിച്ച് അതനുസരിച്ചിട്ട് ക്രിയേറ്റിവിറ്റീസ് ലൈഫ് എന്ന് പറയുന്നത് ക്രിയേറ്റേഴ്സിൻ്റെയും കോ ക്രിയേറ്റേഴ്സിൻ്റെയും ഓർഗനൈസേഴ്സിൻ്റെയും കോ ഓർഗനൈസേഴ്സിൻ്റെയും അല്ലെ ക്യാപ്റ്റൻസ് ആൻഡ് കോ ക്യാപ്റ്റൻസ് അങ്ങനെയുള്ള മീ സ്പേസിൻ്റെ ദൗത്യം ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ, കാരണം എല്ലാ സിസ്റ്റവും ഫെയിലാകുമ്പോൾ പവർ മാനിഫെസ്റ്റേഷൻ സോൾസിൻ്റെ സിസ്റ്റമാണ് എപ്പോഴും പ്രാവർത്തികമാകുന്നത്. അങ്ങനെ പവർ മാനിഫെസ്റ്റേഷൻ സിസ്റ്റം പുരാതന കാലം മുതലേ ഉള്ളതാണ്. അനേകം അവതാരങ്ങളും അംശാവതാരങ്ങളും അതുപോലെയുള്ള സിസ്റ്റത്തിൽ ഉപയോഗിച്ചാണ് അവരുടെ ദൗത്യം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് അതൊരു പുതിയ സംഗതിയൊന്നുമല്ല. മറ്റുള്ള സിസ്റ്റങ്ങളെല്ലാം ഫെയിലാകുമ്പോൾ പവർ മാനിഫെസ്റ്റേഷൻ ഗ്രൂപ്പ്സ് അതിനുവേണ്ടി വന്നിട്ടുള്ളവർ ചെയ്യുന്ന ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതെല്ലാം. അപ്പോൾ അതിൽ ഭാഗവാക്കാകുവാൻ ആഗ്രഹിക്കുന്ന ബാച്ചിലേഴ്സിനും സ്പിൻസ്റ്റേഴ്സിനും ഞാൻ പ്രത്യേകമായിട്ടുള്ള ഇൻവിറ്റേഷൻ ടു ഗ്ലോറി, ലേൺ ME സ്പിരിച്വാലിറ്റി ലിഷർലി, ക്രിയേറ്റ് യുവർ ഓൺ ഡെസ്റ്റിനി എന്ന 3 വലിയ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ വർണ്ണിച്ച് ശരിയായ രീതിയിൽ പറഞ്ഞു ഒരു റിലീജിയൺ ഓഫ് യോഗിക് ലവ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിഷ്ടപ്പെടുന്നവരും അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും. ഞാനൊരു ബാച്ചിലറാണ്, അതുകൊണ്ട് ഞാൻ ബാച്ചിലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ ഞാനൊരു സ്പിരിച്വൽ സോളാണ്, അതുകൊണ്ട് സൂപ്പർ സോൾസ് കോൺഷ്യസ്നെസ്സിനെ ആസ്പദമാക്കി സോൾസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ അൺമാരിഡ് ആയിട്ടുള്ളവരെ, കാരണം അവർക്ക് സ്വന്തമായിട്ട് അവരവരുടെ കാലിൽ തന്നെ ഉറച്ചു നിന്ന് ആധ്യാത്മികമായിട്ടുള്ള ഉയർന്ന അവസ്ഥ കണ്ടെത്താൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യ ബുദ്ധി ഉള്ളതുകൊണ്ട് അവർ ഗൃഹസ്ഥന്മാരുടെ നിയമങ്ങളും പേര് നടക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെയും കൂടി ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ ത്രികരണ ശുദ്ധിയോടെ, ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരുപോലെയുള്ള ത്രികരണ ശുദ്ധിയോടെ ഒരു ജീവിത രീതിയും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. നിജരാജ യോഗിക് ട്രീയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലക്ഷ്യബോധം മലയാളം പഠിക്കുന്ന രീതി. ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്നാലും ഞാൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു മനുഷ്യനല്ലാത്തതുകൊണ്ട് ആഗോളമായി ചിന്തിക്കുന്ന, ആഗോളമായി കാര്യങ്ങൾ ദർശിക്കുന്ന ഒരു ഉയർന്ന ബോധത്തിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സഹജമായിട്ട് എൻ്റെ ബോധത്തിൽ ഉണർന്നു വരിക. അപ്പോൾ ഞാനൊരു ചെറിയ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല. വളരെ വിശാലമായിട്ടുള്ള ഹൃദയത്തോടു കൂടി തന്നെ റിലീജിയൺ ഓഫ് ലവ് എന്നുള്ള കൺസെപ്റ്റ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത് ഒരു പുതിയ ജീവിത രീതിയെ ആസ്പദമാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി അതിലൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കുവാനും വണ്ടർഫുള്ളായിട്ട് ജീവിക്കാനുമുള്ള അവസരം ഉണ്ടാക്കുന്ന രീതിയിലാണ് എൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം. അപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമാകില്ല.
പ്രത്യേകിച്ചും കണ്ടീഷനായി പോയ വളരെ 10 വൃന്ദങ്ങൾക്കെല്ലാം. കാരണം ഓരോരോ രീതിയിൽ ഓരോരുത്തർ കണ്ടീഷൻ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ്റെ ആഗമനം സ്വീകാര്യമായില്ല. അങ്ങനെയുള്ളവരൊക്കെ മാറ്റി നിർത്തി ബാച്ചിലേഴ്സ് ആൻഡ് സ്പിൻസ്റ്റേഴ്സ്, എൽഡേഴ്സ്, ബംഗ്ലാവ് സോൾസ് എന്നുള്ള കൺസെപ്റ്റ് ശരിയായ വിധത്തിൽ ഉണർത്തിച്ച് ഒരു ബിസിനസ് രംഗത്തെ വരവേൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകമായിട്ടുള്ള ചില സംഗതികൾ ഞാനും വെളിപ്പെടുത്തി വരുന്നു. എന്നാൽ നല്ല ഗുഡ് ഫാമിലി ഡൊമൈൻസിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതെങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ശരിയായ ഒരു രീതി എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അവർക്ക് ക്രമേണ അതിനുള്ള അവസരവും തെളിഞ്ഞു വരും. അപ്പോൾ എൻ്റെ പ്രവർത്തന രീതി ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയാവൂ. എന്നോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ആരെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം അത്യാവശ്യമാണ്. അതല്ലാതെ ഞാൻ ആരെന്ന് മനസ്സിലാക്കാതെ എൻ്റെ പ്രവൃത്തികളിൽ എങ്ങനെ ഭാഗവാക്കാക്കുവാൻ കഴിയും? ഞാൻ പഴയ സിസ്റ്റത്തെ പിന്തുടരുന്നവരല്ല. എൻ്റെ സിസ്റ്റം നിജയോഗ സിസ്റ്റം ഓഫ് എവല്യൂഷൻ. അതിൽ വേർഡ്സ് മീറ്റ് ടുഗദറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. WMT, വേർഡ്സ് മീറ്റ് ടുഗദർ. അപ്പം മറ്റുള്ള പഴയ സിസ്റ്റത്തിൽ പോലെയുള്ള കിഡ് സിസ്റ്റങ്ങളൊന്നുമല്ല, ഫാമിലി സിസ്റ്റത്തിലൂടെ വരുന്ന ആളുമല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേയെ കുറിച്ച് പറയുമ്പോൾ ഫെബ്രുവരി 30 പറഞ്ഞ് ആൾക്കാരെ ഒന്നുകൂടി ഞാനൊരു ബർത്ത്ഡേക്കും ഡെത്ത്ഡേക്കുമുള്ള ഒരു രീതിയല്ല. പ്രവർത്തിക്കാനായിട്ട് വന്ന ആൾ അതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിക്കുന്ന രീതി. ഇപ്പോൾ ബിസിനസ് ഷോയും വളരെ അധികം സമ്പത്തുണ്ടാക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഉപകരിക്കും. അതുമാത്രമല്ല, എനിക്ക് ആധ്യാത്മികത ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് എന്തിനാണ് എന്നെ പിന്തുടരേണ്ട ആവശ്യം? എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുടക്കിയും അത് ഉണരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ശരിക്കും പുതിയ രീതിയിൽ എന്നോട് കുറിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുക? അതുകൊണ്ട് ബിസിനസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ എന്ന് പറയുന്നത് ബില്യനിയറും ഒക്കെ ആകാനായിട്ടുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതുപോലുള്ളവരുടെ ജീവിത രീതിയെ ഞാനും ശരിയായ വിധത്തിൽ ഉണർത്തിച്ച് അവർക്കൊരു പുതിയ ജീവിത മാർഗത്തെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നിജരാജ യോഗിക് ഹയസ്റ്റ് സിലബസ്. ലെഫ്റ്റ് ഔട്ട്, റൈറ്റ്, ഫാർ അവേ എന്നെല്ലാം പറഞ്ഞു, ബ്രിഡ്ജ് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നെല്ലാം പറയുമ്പോൾ ഒരു പുതിയ യുഗത്തെ വരവേൽക്കുന്ന രീതി. അപ്പോൾ അതിനോട് കൂടി ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യർക്ക് അത്യാവശ്യം വേണ്ടത് ഞാൻ ആരെന്ന് തിരിച്ചറിയുന്ന യഥാർത്ഥ ബോധം. അതിലൂടെ മാത്രമേ എൻ്റേതായി തീരുമ്പോൾ മീ സ്പേസ് ഈസ് ഫോർ മിസോൾസ് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് അവർക്ക് എന്തും വേണമെങ്കിലും ഉണ്ടാക്കാം. അതാണ് മി പവർ യോഗ, OSS സോങ്സ്. അപ്പോൾ എന്നെ നിഷേധിച്ചവരെ ഞാനും നിഷേധിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവരെ ഞാനും സ്വീകരിക്കുന്നു. അതുകൊണ്ട് ശരിക്കും എപ്പോഴും those who denied my father, they denied me. Those who denied me, they denied my father. അങ്ങനെ തമാശയായിട്ടുള്ള വാക്കുകളാണെങ്കിലും ഒരു മാനസാന്തരത്തിന് വേണ്ടി മനസ്സ് തുടിക്കുന്നവർക്ക് എന്നോടൊപ്പം ചേരുവാനായിട്ടുള്ള പുതിയ നിബന്ധനകൾ ഞാനും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അതാണ് എൻ്റെ ജീവിത നിർവഹണം. I am waiting for me brand soul to get connected. Left you all. These few words only for miss souls or would-be souls who are going to be a part of my vision and a mission. Left you all.